മൗനരാഗം. രചന, അവതരണം ഋതു. ഉയർന്നു കേൾക്കുന്ന ബുള്ളറ്റിൻ്റെ ശബ്ദത്തിനൊപ്പം ശ്രീലക്ഷ്മിയുടെ ഹൃദയവും കുതിച്ചുയർന്നു. കാൽമുട്ടിൽ മുഖം അമർത്തി കരയുന്ന അവൾ പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റു. ശ്രീഹരി വണ്ടി ഒതുക്കി ഇറങ്ങിയപ്പോഴേക്കും കാറ്റുപോലവൾ പിടഞ്ഞോടി നെഞ്ചിലേക്ക് വന്നമർന്നു. അവനൊന്ന് പുറകിലേക്ക് ചാഞ്ഞുപോയി. പൊട്ടിക്കരഞ്ഞു പോയിരുന്നു പെണ്ണ്. ആ കൊച്ചു പെണ്ണിൻ്റെ കൈകൾ അവനെ ഒന്നാകെ ചേർത്ത് പിടിക്കാൻ പാകമില്ലെങ്കിൽ കൂടി കഴിയുന്നത്ര ആഴത്തിൽ വരിഞ്ഞു മുറുക്കി. തുറന്നിട്ട ഷർട്ടിനിടയിലൂടെ കണ്ണുനീർ ശരീരത്തിലേക്ക് പടർന്നു. പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും ഉലഞ്ഞു പോകുന്ന പെണ്ണിനെ അവൻ ചേർത്തു പിടിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ അമ്പരന്ന് നിൽക്കുമ്പോഴാണ് മഹേഷ് മുറ്റത്തേക്കിറങ്ങി വന്നത്. അവൻ ശ്രീഹരിയെ ഒന്ന് തറപ്പിച്ചു നോക്കി. അതെ, തോന്നുന്ന സമയത്തുള്ള വരവും പോക്കും ഒക്കെ ഇനി മറന്നേക്ക്. ഇവിടെ ഒരാൾ ഇരുന്ന് ഉരുകുമായിരുന്നു. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. വരാൻ വൈകുവാണേ ഈ കൊച്ചിനെ വിളിച്ചൊന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഇങ്ങനെ എന്തേലും ഉണ്ടായ കൊച്ചിനെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും, നോക്കിക്കോ. മഹേഷ് ബൈക്കിൻ്റെ കീ കറക്കി ഉറപ്പിച്ചു പറഞ്ഞു. അതുവരെ കരയുകയായിരുന്ന ശ്രീലക്ഷ്മി മുഖം തിരിച്ചുകൊണ്ട് ആ പറഞ്ഞവനെ ഒന്ന് നോക്കി. കണ്ടോ കണ്ടോ, ആ പറഞ്ഞത് അവൾക്ക് ഇഷ്ടമായില്ല. നോട്ടം കണ്ടാലും മതി. ഞാൻ പോകുക. നേരത്തും കാലത്തും വീട്ടിൽ കയറുന്നതാ. ഡയലോഗ് അടിക്കാതെ ഇറങ്ങിപ്പോടാ. ശ്രീഹരി പല്ല് കടിച്ചു. അല്ലേലും കാര്യം കഴിഞ്ഞാൽ കൂരായണ. കിട്ടേണ്ടവരെ കിട്ടിയാൽ നമ്മൾ പുറത്താകും. നടക്കട്ടെ. മഹേഷേ, ഒന്ന് എൻ്റെ കൊച്ചിന് നോക്കിക്കോണേടാന്ന് പറഞ്ഞ് വിളി വരുമല്ലോ, അപ്പം കാണിച്ചു തരാം ഞാൻ. അതും പറഞ്ഞവൻ ശ്രീഹരിയെ കണ്ണിറുക്കി കാണിച്ച് ബൈക്ക് എടുത്തു പോയി. ലച്ചുവേ, എന്താടി? പെണ്ണൊന്നും മിണ്ടിയില്ല. അതുപോലെ തന്നെ നിന്നു. ഇടയ്ക്കിടെ ഏങ്ങലടികൾ ഉയരുന്നുണ്ട്. നിയന്ത്രിക്കാൻ പറ്റണ്ടേ? കുറച്ച് സമയം കൊണ്ട് ചിന്തിച്ചു കൂട്ടിയതൊക്കെ അത്രയും ചീത്ത കാര്യങ്ങളാണ്. പരിഭവത്തോടെ അവൾ മുഖമുയർത്തി നോക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണും നനഞ്ഞൊട്ടിയ കവിൾത്തടവും കണ്ട് ശ്രീഹരിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. വൈകിപ്പോയി കുഞ്ഞെ, ക്ഷമിച്ചേക്ക്. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണീർ തുടച്ചുകൊണ്ടവൻ വാക്കുകൊടുത്തു. അതുവരെ പരിഭവിച്ചു നിന്ന പെണ്ണിൻ്റെ മുഖം അങ്ങ് മാറി. നോട്ടം കൂർത്തു വന്നു. ഇതുവരെയും മനുഷ്യനെ ടെൻഷൻ അടുപ്പിച്ചിട്ട് പറയുന്നത് കേട്ടില്ലേ? ഊക്കോടെ അവനെ പുറകിലേക്ക് തള്ളി മാറ്റി ശ്രീലക്ഷ്മി അകത്തേക്ക് ദേഷ്യത്തിൽ കയറിപ്പോയി. തീർത്തും അപരിചിതമായ ഒരു സാഹചര്യം. അതെങ്ങനെ മറികടക്കണമെന്നറിയാതെ ഒന്ന് പകച്ചുപോയി. അവൻ മുണ്ടിൻ്റെ തുമ്പ് ഇടതു കൈയിൽ പിടിച്ച് വേഗത്തിൽ അകത്തേക്ക് ഓടിക്കയറി. മുറിയിൽ കട്ടിലിൽ കമിഴ്ന്നു കിടപ്പുണ്ട് ശ്രീലക്ഷ്മി. അവൻ അങ്ങ് വല്ലാതെയായിപ്പോയി. വൈകിയ കാര്യം അങ്ങ് തുറന്നു പറയാനാവുന്നതല്ല. ആ പിണക്കം എങ്ങനെ മാറ്റണം എന്നറിയാതെ നെറ്റ് തടവിക്കൊണ്ട് ഒട്ടൊരു നേരം വാതിൽപ്പടിയിൽ നിന്നു. ലച്ചു, ഒന്ന് നോക്കിയേ. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഡി പെണ്ണെ. കട്ടിലിന് ഓരത്തിരുന്ന് വിളിച്ചെങ്കിലും പെണ്ണ് മൈൻഡ് ചെയ്തില്ലെന്ന് മാത്രമല്ല, അവൾ ഒന്നുകൂടി ചുരുണ്ടു കിടന്നു. മിണ്ടാതിരിക്കല്ലേ. എൻ്റെ ഫോൺ നിലത്ത് വീണ് പൊട്ടിപ്പോയി. വൈകുമെന്ന് വിളിച്ചു പറയാനും പറ്റിയില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ ഓടിപ്പിടഞ്ഞ് വന്നതല്ലേ ഞാൻ. അതിനിടയിൽ ടിപ്പർ ഒന്ന് കേടായി. പോരാഞ്ഞ് മഴയും. ആകെ പെട്ടുപോയി. എനിക്കറിയാത്തതാണോ ഇവിടെ ഒരു കൊച്ച് എന്നെ കാത്തിരിപ്പുണ്ടെന്ന്? ശ്രീഹരി അവളിലേക്ക് ഒന്ന് ചാഞ്ഞിരുന്നു. പറയുന്നതൊക്കെ കേട്ടെങ്കിലും അവളുടെ പരിഭവം കുറഞ്ഞില്ല. കുറച്ചു മണിക്കൂറുകൾ അനുഭവിച്ച വേദന അങ്ങനെ മറക്കാൻ പറ്റുന്നതാണോ? ജീവിതത്തിൽ ഇതുവരെ ഇത്രയും പേടിച്ചിട്ടില്ല. ആർക്കു വേണ്ടിയും മനമുരുകി കാത്തിരുന്നിട്ടില്ല. എന്നിട്ടാണ് മയക്കുന്ന വർത്താനം പറഞ്ഞു കൊണ്ടുവരുന്നത്. അവിടെ ഇരുന്ന് പറയട്ടെ. മിണ്ടില്ല ഞാൻ. ശ്രീലക്ഷ്മിയുടെ അനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോൾ അവനാകെ വേവലാതിയായി. അങ്ങനെ മിണ്ടാതിരിക്കാവോ? കുറച്ചു മുമ്പ് ഈ നെഞ്ചത്ത് ചേർന്ന് നിന്നതല്ലേ. മുഖം പോലും കാട്ടാതെ തിരിഞ്ഞുള്ള കിടപ്പ് അവൻ ഒട്ടും പിടിച്ചില്ല. അവൻ കട്ടിലിൽ മലർന്നു കിടന്നു. അതറിഞ്ഞതും ശ്രീലക്ഷ്മിയുടെ പെരുവിരലിലൂടെ എന്തോ ഒന്ന് പാഞ്ഞു കയറിയ പോലെ. അത്രയും സമയം തോന്നിയ പരിഭവത്തിനപ്പുറം മറ്റെന്തോ പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ. ലച്ചു. അവൾക്കരികിലേക്ക് അല്പം ഒതുങ്ങിക്കിടന്നുകൊണ്ട് ഉതിർന്നു കിടക്കുന്ന മുടിയിഴകളെ അവൻ തഴുകി. ആ ഒരൊറ്റ സ്പർശനം കൊണ്ടവൾ ഉലഞ്ഞുപോയി. പിൻകഴുത്തിൽ പടരുന്ന ഇളം ചൂടുള്ള നിശ്വാസം, ശരീരത്തോടൊട്ടി നിൽക്കുന്ന ബലിഷ്ഠമായ ഉടൽ. കിടുങ്ങിപ്പോയി പെണ്ണ്. കൈവിരലുകൾ തലയണയിൽ അമർത്തിക്കൊണ്ട് കണ്ണിറുക്കി കിടന്നു.
കുതിച്ചുയരുന്ന ഹൃദയമിടിപ്പിനെ അടക്കി നിർത്താൻ പാടുപെടേണ്ടി വന്നു. ദേഷ്യമാണോ എന്നോട്? മുഖത്ത് നോക്കാതിരിക്കാൻ മാത്രം ദേഷ്യമുണ്ടോ? അവൻ്റെ ഓരോ വാക്കുകൾക്കും പുറം കഴുത്തിൽ പതിയുന്ന ചൂടുള്ള ശ്വാസത്തിനൊപ്പം മിനുസമേറിയ രോമങ്ങൾ ഓരോന്നും തുടിച്ചുയർന്നു പോയി. അവൾ തന്നെ അവഗണിക്കുകയാണെന്ന തോന്നലിൽ കടുത്ത നിരാശ ശ്രീഹരിയെ വന്നു മൂടി. ഇത്രയടുത്ത് വന്നിട്ടും തിരിഞ്ഞൊന്ന് നോക്കിയാൽ എന്താ? ശ്രീഹരി നെഞ്ചിലൊന്നിടിച്ചു. നിമിഷങ്ങൾ കടന്നുപോയി. അവളുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവുമില്ലാതെ വന്നപ്പോൾ ദേഷ്യം വരാൻ തുടങ്ങി. ചെരിഞ്ഞു കിടക്കുന്ന പെണ്ണിൻ്റെ ചുമലിലൂടെ പിടിച്ച് മലർത്തി കിടത്തി. കണ്ണിറുക്കി പിടിച്ച് മുഖമാകെ ചുവന്ന് വീർത്തി വിറച്ച് തുടുത്ത് കിടപ്പുണ്ട്. അവൻ്റെ ശരീരത്തിലൂടെ ഒരു തരിപ്പ് പടർന്നു കയറി. ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയി. അവളെ തൊട്ട വിരലിലൂടെ മിന്നലടിച്ചു കയറിയ പോലെ ഒന്നാകെ ചേർത്ത് വരിഞ്ഞു മുറുക്കാൻ തോന്നിപ്പോയി. മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് തളർത്താൻ, നുണഞ്ഞെടുക്കാൻ, അങ്ങനെ എന്തൊക്കെയോ ചെയ്യാൻ തോന്നി. ലച്ചു. അവൻ്റെ ശബ്ദം മുറുകി. ആ മാറ്റം അവളുടെ ചെവി തുളച്ചു കയറി. ഹൃദയം വേഗതയിൽ ശക്തിയിൽ മിടിക്കുന്നതറിഞ്ഞ് ശരീരം ഒന്ന് വിറച്ചു. പ്ലീസ് ഒന്ന് കണ്ണു തുറക്ക്. പരുത്ത വിരലുകൾ കൺപോളകളിൽ തൊട്ടപ്പോൾ ചിമ്മി തുറന്ന് അവനെ നോക്കിപ്പോയി. കണ്ണുകൾ തമ്മിലിടഞ്ഞു. അടർത്തി മാറ്റാൻ പറ്റാത്ത വിധം തറഞ്ഞു കയറുന്നത് പോലെ. ശ്രീഹരിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആദ്യത്തെ അനുഭൂതി, പെണ്ണുടലിൻ്റെ ഇളം ചൂട്. അവനാകെ ഉരുകിപ്പോയി. എനിക്ക് ലച്ചുവിനെ ഉമ്മ വെക്കാൻ തോന്നുന്നുണ്ട്. അവളുടെ ചെവിക്കരികിലായി ചുണ്ട് ചേർത്ത് പറഞ്ഞപ്പോൾ കുഞ്ഞു കമ്മലിൻ്റെ വെളുത്ത കല്ലുകൾ നുണഞ്ഞെടുത്ത് കഴിഞ്ഞിരുന്നു. അവൾ ആകെ ഇക്കിളി പൂണ്ട് തോളിലേക്ക് ചെവി അമർത്തി പിടിച്ചു. നെറ്റിയിലും കണ്ണിലും കവിളിലുമൊക്കെ ഉമ്മ വെക്കാൻ തോന്നുന്നുണ്ട്. മുറുക്കെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നുണ്ട്. അവൻ്റെ ചുടുനിശ്വാസം വിറങ്ങലിച്ചു വരുമ്പോൾ നോട്ടം അല്പം പുറത്തേ കുന്തിയ തുടുത്തുപോയ ചുണ്ടുകളിലേക്കായിരുന്നു. ഒന്നും കേൾക്കാനും പറയാനും പറ്റാത്ത വിധം ശ്രീലക്ഷ്മി തളർന്നുപോയി. ലച്ചു പ്ലീസ്. രണ്ട് നെറ്റിയും പരസ്പരം ചേർന്ന് നിന്നപ്പോൾ അവർ അത്രമേൽ ആകർഷിക്കപ്പെട്ടിരുന്നു. എന്തൊക്കെയോ കൊതിച്ചിരുന്നു. ശ്രീലക്ഷ്മി പതിയെ കണ്ണുകൾ അടച്ചു. നെറ്റിത്തടത്തിൽ മൃദുവായ ചുണ്ടുകളുടെ നനവറിഞ്ഞു. ഉടൽ ഒന്നാകെ വിറച്ചുപോയി. ആദ്യ ചുംബനം, അത്രമേൽ പ്രിയപ്പെട്ടത്. പുളകം കൊണ്ടുപോയവൾ. ശ്രീഹരിയും അതുപോലെ തന്നെ. സർവ്വതും മറന്നുപോയി. ലോകത്ത് ആ രണ്ടുപേർ മാത്രമായി. ഒരു ചുംബനത്തിന് ഇത്രയും ശക്തിയോ, ഇത്രയും തീവ്രതയോ? ഹൃദയങ്ങൾ തമ്മിൽ കുരുക്കിട്ട് പിടിച്ചതുപോലെ. ചുണ്ടുകൾ അവിടെ നിന്ന് മാറാൻ അല്പം സമയമെടുത്തു. തൻ്റെ സ്വന്തമാണെന്ന ഭാവം അവനിൽ നിറഞ്ഞു. വലത് കവിളിൽ ചുണ്ട് ചേർത്തപ്പോൾ തറഞ്ഞു കയറിയ മീശയുടെയും താടിയുടെയും തുമ്പുകൊണ്ട് അവൾ ഉയർന്നുപോയി. കാൽവിരലുകൾ തമ്മിൽ കോർത്തു. അഗാധമായ ചുഴിയിൽപ്പെട്ടതുപോലെ ഒന്നാകെ ഉലഞ്ഞു. ഒരു ബലത്തിനായി രണ്ട് കൈകൊണ്ടും അവൻ്റെ കോളറിൽ കോർത്തു പിടിച്ചു. അവൻ അല്പം കൂടിയിൽ ശ്രീലക്ഷ്മിയിലേക്ക് ചാഞ്ഞുപോയി. അനാവൃതമായ നെഞ്ചിൽ മാറിടം ഉരസി നീങ്ങി. വിറച്ചുപോയി രണ്ടുപേരും. അറിയാതെ അവൻ്റെ കൈകൾ ഇടുപ്പിൽ മുറുകി. മറുകവിളിൽ കൂടെ ചുണ്ടമർന്നപ്പോൾ അവളിൽ നിന്നൊരു സീൽക്കാരമുയർന്നു. അവൻ്റെ സർവ്വനിയന്ത്രണങ്ങളെയും തെറ്റിക്കാൻ പാകത്തിലൊന്ന്. കണ്ണുകൾ മുറുക്കെ അടച്ചുകൊണ്ട് അവൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. കൊച്ചു പെണ്ണാണ്. അതിർവരമ്പുകൾ കടന്നു പോയാൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധം അലിഞ്ഞു പോകും. പാടില്ല. ബുദ്ധി അവനെ ശ്വാസിച്ചുകൊണ്ടിരുന്നു. ഹൃദയം അതിനെയൊക്കെ ശക്തമായി എതിർത്തു. ശ്രീലക്ഷ്മി കണ്ണു തുറന്നു. തൊട്ടുമുന്നിൽ പരവശമായ മുഖം കണ്ട് അവളുടെ ഉള്ളമൊന്ന് വിറച്ചു. കണ്ണുകളാകെ ചുവന്ന് കലങ്ങിയിട്ടുണ്ട്. ചുണ്ടുകൾ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. മീശത്തുമ്പ് വികാരക്ഷോഭത്താൽ തുടിക്കുന്നു. മറ്റൊന്നും ഓർക്കാതെ ശ്രീലക്ഷ്മി ആ ചുണ്ടുകളിൽ ചുണ്ടു ചേർത്തു. അകന്നു മാറി. അത്രമേൽ മൃദുലമായ ഒരു ചുംബനം. തൂവൽ കൊണ്ട് തലോടുന്നത് പോലെ. തൻ്റെ ബുദ്ധിയുമായി സമരസപ്പെട്ട് പിൻവലിയാൻ നിന്നവന് കിട്ടിയ ഏറ്റവും വലിയ പ്രചോദനം. അവനാകെ തരിച്ചുപോയി. വിശ്വസിക്കാനാകാതെ കണ്ണുമിഴിച്ചു. അല്പനേരം കഴിഞ്ഞാണ് ചെയ്തു പോയത് എന്താണെന്ന ബോധം അവളിലുണ്ടായത്. ഒന്ന് പകച്ചു നോക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. അതിനു മുമ്പ് അവൻ്റെ വിറക്കുന്ന ചുണ്ടുകൾ തൻ്റെ ഇണയുമായി വരിഞ്ഞു മുറുക്കിയിരുന്നു. ശക്തമായി അവളുടെ വിരലുകൾ കോളറിൽ പിടിച്ചു വലിച്ചതും അവൻ ഒന്നാകെ അവളിലേക്ക് ചേർന്നു പോയി. രണ്ട് കൈകൊണ്ടും വരിഞ്ഞു മുറുക്കിക്കൊണ്ടവൻ ചുണ്ടിൻ്റെ മാധുര്യം നുകർന്നെടുക്കാൻ തുടങ്ങിയിരുന്നു. എന്ത് ചെയ്യുകയാണെന്ന ബോധം അവനുണ്ടായില്ല. മൃദുലമാണോ? അല്ല. ശക്തിയിലാണോ? അതുമല്ല. മറ്റെന്തോ പോലെ. വിവരിക്കാനാവാത്ത വിധം, വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം.
ചുണ്ടുകളെ നുണഞ്ഞെടുത്തു. ലോകത്തിൽ ആരും ആ വിധം ചുംബിച്ചിട്ടുണ്ടാവുമോ? ഇല്ലായിരിക്കും. പ്രാണൻ പകുത്തെടുക്കുക തന്നെയായിരുന്നു. തേൻമുട്ടായി നുണയുന്ന പോലെ രുചിച്ചറിയുമ്പോൾ അവൻ്റെ കൈകൾ ഇടുപ്പിൽ മുറുകി. ഓരോ കോണിലും പല്ലും ചുണ്ടും നാവും മത്സരിച്ച് മുന്നേറി. ആദ്യം ഏതെന്ന് പറയാൻ വയ്യ. അവൻ്റെ കരുത്ത് അവൾ അറിഞ്ഞു തുടങ്ങുകയായിരുന്നു. അതവളെ അപ്പാടെ തളർത്തിക്കളഞ്ഞു. എങ്കിലും തട്ടിമാറ്റാൻ കഴിയാതെ, കുതറി നീങ്ങാൻ വയ്യാതെ അവനിൽ മാത്രമായി ഒതുങ്ങിപ്പോയി പെണ്ണ്. കീഴ്ചുണ്ടിനെ വിട്ടുമാറിക്കൊണ്ടവൻ മേൽചുണ്ടിലേക്ക് കടന്നതും ഉയർന്നു വന്ന സീൽക്കാര ശബ്ദത്തിൽ അവൻ ആകെ പിടച്ചു. ഇത്രയും മധുരമുള്ളതാണോ ചുംബനം എന്ന് അവന് അതിശയം തോന്നി. ഇതുപോലെ രാപ്പകലുകൾ നുണഞ്ഞെടുക്കാൻ കൊതി തോന്നിപ്പോയി. അവൾ കുട്ടും വേദനിക്കരുത് എന്ന തോന്നലിൽ പല്ലുകൾ കൊണ്ട് വലിച്ചെങ്കിലും പോറലുകൾ വീഴ്ത്തിക്കളഞ്ഞിരുന്നു. ശ്വാസം വിലങ്ങിയതുപോലെ ലച്ചു ഒന്ന് പിടഞ്ഞു. അവന് വിടാൻ മനസ്സില്ല. ഇനിയും ആഴത്തിൽ ചുംബിക്കാൻ തോന്നുന്നുണ്ട്. പലതരത്തിൽ നുണഞ്ഞെടുക്കാൻ തോന്നുന്നുണ്ട്. ആരും ചെയ്യാത്ത വിധം വലിച്ചെടുക്കാനൊക്കെ തോന്നുന്നുണ്ട്. അവൻ്റെ നിയന്ത്രണരേഖ തെറ്റെന്ന് തോന്നിയ നിമിഷം ഇഷ്ടമില്ലാതിരുന്നിട്ടും ചുണ്ടുകളെ അകറ്റിക്കളഞ്ഞു. രണ്ടുപേരും വല്ലാതെ കിതച്ചു. അവരുടെ ശ്വാസനിശ്വാസങ്ങൾ മുറിയിലാകെ നിറഞ്ഞു. ശ്രീലക്ഷ്മിയുടെ കണ്ണുകൾ അപ്പാടെ കൂമ്പി അടഞ്ഞുപോയി. കീഴ്ചുണ്ടും താടിത്തുമ്പുമെല്ലാം തൻ്റെ ഉമിനീരാൽ കുതിർന്നത് അവൻ കണ്ടു. ശരീരം വീണ്ടും എന്തിനൊക്കെയോ കൊതിച്ചു. ശക്തിയിൽ ഉയർന്നു താഴുന്ന മാറിടത്തിൻ്റെ തുടിപ്പിൽ കണ്ണുകൾ ഉടക്കിയപ്പോൾ മുഷ്ടി ചുരുട്ടിക്കൊണ്ടവൻ മലർന്നു കിടന്നു. എന്നിട്ടും അവളെ നോക്കാതിരിക്കാനാകുന്നില്ല. തലചരിച്ചു നോക്കിയപ്പോൾ അതുപോലെ തന്നെ കിടപ്പുണ്ട്. ചൂണ്ടുവിരൽ കൊണ്ടവൻ പറ്റിപ്പിടിച്ച തൻ്റെ ഉമിനീർ ഒന്നാകെ തുടച്ചു കൊടുത്തു. ആ ചുണ്ടിൻ്റെ മാർദ്ദവം! ഹോ! അവന് വീണ്ടും ഒരു ഭ്രാന്തി ഇളകി വന്നു. ലച്ചു, പ്ലീസ് ഒന്ന് എഴുന്നേൽക്ക്. എൻ്റെ ക്ഷമയെ പരീക്ഷിക്കല്ലടി. എന്തേലും ചെയ്തു പോകും. എണീക്കടി. ആകെ പരവശപ്പെട്ട് തളർന്നു പോയ ശബ്ദം കേട്ട് ശ്രീലക്ഷ്മി കണ്ണു വലിച്ചു തുറന്നു. കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പുറത്തേക്കോടി പോകണമെന്നവൾ അതിയായി ആഗ്രഹിച്ചു. പക്ഷെ പറ്റണ്ടേ? ഐസ് കെട്ട പോലെ ശരീരമെല്ലാം തണുത്തുറഞ്ഞു പോയിട്ടുണ്ട്. അവൾ ശ്വാസം വലിച്ചു വിട്ടു. എന്തടി പെണ്ണേ? അവളുടെ അവസ്ഥ കണ്ട് ചോദിക്കാതിരിക്കാനായില്ല. എനിക്ക് എണീക്കാൻ പറ്റണില്ല. ഒന്നിനും പറ്റണില്ല. നിസ്സഹായയായി അവളൊന്ന് വിതുമ്പിപ്പോയി. ശ്രീഹരി പിടഞ്ഞെഴുന്നേറ്റു. കരഞ്ഞേക്കല്ലേ കുഞ്ഞേ. തെറ്റ് ചെയ്ത പോലെ തോന്നുമെടി. പ്ലീസ്. സോറി പറയണോ ഞാൻ? വേണമെന്ന് വെച്ചല്ല. പിടിച്ചു നിർത്താൻ പറ്റിയില്ല, അതാ. അവനാകെ സങ്കടം വന്നുപോയി. സോറി. സോറി വേണ്ട. ഞാൻ... അവൾക്ക് നാണമോ പരവേശമോ എന്തൊക്കെയോ തോന്നി. അവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ശ്രീഹരി അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. തണുത്തുറഞ്ഞു പോയ അവളെ ഒന്ന് നോക്കി. എൻ്റെ അല്ലേ? പിന്നെന്താ? ടെൻഷനാവല്ലേ? ഒത്തിരി ഇഷ്ടമായോണ്ടല്ലേ? അതിങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നോണ്ടല്ലേ? അവളുടെ ഒരു തോളിൽ കൈ ചേർത്ത് മറുകൈ കൊണ്ട് കുനിഞ്ഞു പോയ താടിത്തൊമ്പ് ഉയർത്തി. പതിയെ, വളരെ പതിയെ അവൾ കണ്ണു തുറന്നു. ഇഷ്ടല്ലേ എന്നെ? ചോദിക്കാതിരിക്കാനായില്ല അവന്. ഒരുപാട്. ആ മറുപടി പറയാൻ അവൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടിയും വന്നില്ല. അവനവളെ മുറുക്കെ പുണർന്നു. വല്ലാത്തൊരു സ്നേഹം തോന്നിപ്പോയി. നെറ്റിയിലായി ചുണ്ട് ചേർത്തപ്പോൾ രണ്ടുപേരുടെയും കണ്ണു നിറഞ്ഞു. ഒട്ടൊരു നേരത്തിന് ശേഷം അവൻ അവളെയും കൊണ്ട് ഹാളിലേക്ക് നടന്നു. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. കുളിച്ചു വന്നിട്ട് എന്തേലും കഴിക്കാം. അവൾ തലയാട്ടിക്കൊണ്ട് ഫുഡ് എടുത്തു വെക്കാൻ അടുക്കളയിലേക്ക് നടന്നു. അതൊന്ന് നോക്കിക്കൊണ്ട് ശ്രീഹരി റൂമിലേക്ക് കയറി. തോർത്തും ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ ചെന്നു. കണ്ണാടി നോക്കി ഒരു നിമിഷം നിന്നു. ഷർട്ട് ഊരിയെടുക്കുമ്പോൾ മുഖമൊന്ന് ചുളിഞ്ഞു. ഇടതു നെഞ്ചിന് അല്പം താഴെയായി ചോര പൊടിഞ്ഞ മുറിവിലേക്ക് അവൻ നോക്കി. കത്തി കൊണ്ട് നീളത്തിൽ ഒരു വര. കറുത്ത ഷർട്ടായതിനാലാണ് ചോര പൊടിഞ്ഞത് പുറത്ത് കാണാഞ്ഞത്. അതേതായാലും നന്നായെന്ന് അവന് തോന്നി.